നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനെത്തിയ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ തടഞ്ഞ് പോലീസ്. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമെന്ന് തോമസ് ഐസക്. പിണറായി സ്തുതിഗീതം സഭയിൽ ആലപിച്ച് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്. PPE കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന DIG റിപ്പോർട്ടിൽ പ്രതികരണവുമായി KK ശൈലജ. ഹെങ്കക്കാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്നതിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. അൻവറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിശദ അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം യൂണിറ്റ് 2 ചുമതല നൽകിയാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പാട്ടാവകാശം മാത്രമുള്ള ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാണ് PV അൻവറിനെതിരായ ആരോപണം. കൊല്ലം സ്വദേശിയായ മുരുകേഷ് നരേന്ദ്രനാണ് PV അൻവറിനെതിരെ പരാതി സമർപ്പിച്ചത്. തടയണ വിവാദത്തിലും ഇദ്ദേഹം തന്നെയായിരുന്നു പരാതി സമർപ്പിച്ചിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സ്ഥലത്തെത്തി വിജിലൻസ് സംഘം ഭൂമി പരിശോധിക്കുമെന്നാണ് വിവരം. മുൻപുയർന്നു വന്ന വിവാദങ്ങളും അന്വേഷണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പകപോക്കലാണെന്നുമായിരുന്നു അൻവറിന്റെ വാദം. പുതിയ വിവാദത്തിൽ അൻവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനെത്തിയ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ തടഞ്ഞ് പോലീസ്. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനെത്തിയ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ തടഞ്ഞ് പോലീസ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം സംഘടിപ്പിച്ചിരുന്നത്. സംഘടിച്ചെത്തിയ പ്രവർത്തകർ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരുന്നത്. എന്നാൽ പോലീസ് സംഘടനാ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകുകയും കട്ടൗട്ട് നിർമ്മിക്കാനായി കൊണ്ടുവന്ന ഫ്ലക്സ് പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ പരിപാടി നടത്തുന്ന വിവരം പോലീസ് കമ്മീഷണർ ഓഫീസിൽ അറിയിച്ചിരുന്നതായും അപ്പോൾ പ്രത്യേക നിർദ്ദേശമൊന്നും നൽകിയിരുന്നില്ലെന്നും സംഘടനാ നേതാവ് പറയുന്നു. എന്നാൽ ഇന്ന് പരിപാടിക്കെത്തിയപ്പോൾ മ്യൂസിയം SIയും സർക്കിൾ ഇൻസ്പെക്ടറും വന്ന് എല്ലാവരുടെയും പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നും നോട്ടീസ് ഒപ്പിട്ടു വാങ്ങുകയും ചെയ്യുകയായിരുന്നുവെന്ന് പ്രവർത്തകർ പറയുന്നു. നേരത്തെ കാക്കനാട് ജയിലിന് മുൻപിൽ പടക്കം പൊട്ടിച്ച് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത് ആഘോഷിക്കാനെത്തിയപ്പോഴും പോലീസ് കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമെന്ന് തോമസ് ഐസക്. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമിനെ പോലെ മുസ്ലിം മതരാഷ്ട്രത്തിനു വേണ്ടി കാന്തപുരം പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിക്കുന്നത് മതത്തിൽ മാത്രമല്ല, സർവ്വതലത്തിലുമുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. കണ്ണൂരിൽ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തതിൽ ഒറ്റ സ്ത്രീയില്ലെന്നും എല്ലാം പുരുഷന്മാരാണെന്നും കാന്തപുരം വിമർശിച്ചിരുന്നു. ഇതിനോടാണ് ഐസക്കിന്റെ പ്രതികരണമുണ്ടായത്. പാർട്ടി സ്ഥാനങ്ങളിൽ വനിതകൾ വരും. നേതൃത്വത്തിൽ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച പോരായ്മ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ബോധപൂർവം തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രം തരാനുള്ളത് തന്നാൽ മരുന്ന് വിതരണം ചെയ്യാനും പെൻഷൻ വർദ്ധിപ്പിക്കാനും കഴിയും. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി അടിച്ചേൽപ്പിക്കുകയാണ്. കേരളത്തിൽ UDF BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്ത് മറ്റിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് BJPയെ എതിർക്കുന്നത്. PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ല. കോവിഡ് കാലത്ത് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CAG എന്ത് ഡാറ്റയാണ് അടിസ്ഥാനപ്പെടുത്തിയത്? തനിക്ക് എമർജൻസി പർച്ചേസ് കമ്മിറ്റിയിലാണ് വിശ്വാസം. BJPയുടെ CAGയിലല്ല. CAG രാഷ്ട്രീയം കളിക്കുകയാണ്. CAG കേരളത്തിനെതിരായ കുരിശുയുദ്ധത്തിന്റെ ഭാഗമായാണ്. മിക്ക ഭരണഘടനാ സ്ഥാപനങ്ങളിലും BJP രാഷ്ട്രീയവൽക്കരിച്ചു. അതിനെ കൈമണിയടിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. PPE കിറ്റ് വാങ്ങിയത് ഗുണമേന്മ നോക്കിയാണെന്നും തോമസ് ഐസക് പറഞ്ഞു.
പിണറായി സ്തുതിഗീതം സഭയിൽ ആലപിച്ച് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്. പിണറായി സ്തുതിഗാനം സഭയിൽ ആലപിച്ച് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്. ആനുകൂല്യങ്ങൾ കിട്ടാതെയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പാട്ടുപാടിയതെന്നും സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നുവെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. സഭയിൽ ഗാനം ആലപിച്ച ശേഷം വയലാർ എഴുതുമോ ഇങ്ങനെയൊരു പാട്ടെന്ന പരിഹാസ പ്രയോഗവും വിഷ്ണുനാഥ് നടത്തി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ച് പാട്ട് അവതരിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പുകഴ്ത്ത് പാട്ട് പാടിയത്. പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഗാനം ജീവനക്കാർ ആലപിച്ചത്. PPE കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന DIG റിപ്പോർട്ടിൽ പ്രതികരണവുമായി KK ശൈലജ. കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിൽ പ്രതികരണവുമായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത്. ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി നൽകിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും KK ശൈലജ വ്യക്തമാക്കി. CAG റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ലെന്നും KK ശൈലജ പറഞ്ഞു. അസംബ്ലിയിൽ താൻ ഉള്ളപ്പോൾ തന്നെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതാണെന്നും വളരെ വ്യക്തമായി എന്താണ് സംഭവിച്ചതെന്ന് മറുപടി പറഞ്ഞതാണെന്നും KK ശൈലജ പറഞ്ഞു. PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് കുറച്ച് എണ്ണം ഉയർന്ന തുക നൽകി വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ക്ഷാമമുണ്ടായപ്പോൾ വില കൂടിയിരുന്നു. ലക്ഷക്കണക്കിന് കിറ്റുകൾ വാങ്ങിയതിൽ വളരെ കുറച്ച് കിറ്റുകൾ മാത്രമാണ് കൂടിയ വിലയ്ക്ക് വാങ്ങിയത്. ആ സാഹചര്യം അങ്ങനെയായിരുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം കേരളത്തിലെ ജനങ്ങൾ മറന്നുപോവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? KK ശൈലജ വ്യക്തമാക്കി. ആ സമയത്ത് PPE കിറ്റിന് നല്ല ക്ഷാമം ഉണ്ടായിരുന്നുവെന്നും ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ കിറ്റ് ഉണ്ടായിരുന്നുള്ളൂവെന്നും അവർ ചൂണ്ടിക്കാട്ടി. 50,000 കിറ്റുകൾക്ക് ഓർഡർ നൽകിയെങ്കിലും അത്രയെണ്ണം ലഭിച്ചിരുന്നില്ലെന്നും KK ശൈലജ പറഞ്ഞു. ഗുണനിലവാരം കൂടി കണക്കിലെടുത്തായിരുന്നു ഓർഡർ സമർപ്പിച്ചതെന്നും വ്യക്തമാക്കി. ഫ്രണ്ട് ലൈൻ വർക്കർമാരെ സംരക്ഷിക്കുക എന്നതായിരുന്നുവല്ലോ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം. അതാണ് നിർവഹിച്ചത്. ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയില്ലേ? അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത്. CAGക്ക് വ്യക്തത ലഭിച്ചില്ലെങ്കിൽ സർക്കാർ വ്യക്തത നൽകും, KK ശൈലജ വ്യക്തമാക്കി. എങ്കക്കാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏങ്കങ്കാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏങ്കങ്കാട് റെയിൽവേ ക്രോസിനും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനുമിടയിലുള്ള ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങൾ പഴക്കമുള്ളതാണ് മൃതദേഹം. തലയും ഉടലും വേറിട്ട നിലയിലാണ്. പുരുഷന്റേതാണ് മൃതദേഹം. കോട്ട് ധരിച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയോട്ടി കുറച്ചു ദൂരെയാണ് കിടക്കുന്നത്. യാത്രക്കിടെ ട്രെയിനിൽ നിന്നും പാളത്തിലേക്ക് വീണതാകാമെന്നാണ് നിഗമനം. ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹം പരിശോധന നടത്തും. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ടല്ല, 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രതിനിധി സമ്മേളനം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ പ്രതിനിധി യോഗം എറണാകുളം അധ്യാപക ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പാറപ്പൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ കൺവീനർ പ്രൊഫസർ സൂസൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. അനുചിത വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സിനിമ, സാംസ്കാരിക നായകന്മാർ വരെ പൊതുജന ചൂഷണ വേഷമിട്ട് രംഗത്തു വരുന്നതും ലേബലുകളിലും മുദ്രകളിലും വരെ ഇത്തരം കാപട്യങ്ങൾ നടമാടുന്നുണ്ടെന്നും
അതിനെതിരെ പൊതു അവബോധവും ബോധവൽക്കരണവും കൺസ്യൂമർ ഫെഡറേഷൻ നടത്തണമെന്നും അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ജനകീയ അന്വേഷണ സമിതി കൺവീനർ ടി.എൻ. പ്രതാപൻ ഉപഭോക്തൃ പ്രശ്നങ്ങളും പരിഹാരവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം സാംസ്കാരിക സമിതി പ്രസിഡന്റ് ഏലൂർ ഗോപിനാഥ്, ജില്ലാ സെക്രട്ടറി കെ.ജി. രാധാകൃഷ്ണൻ, മിഥുൻലാൽ മിത്ര, സെക്രട്ടറി ജി. രഞ്ജിത്ത് കുമാർ, ദിലീപ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കെ. സൈനബ, രാജേഷ് കമ്മത്ത്, ആർ. അനിൽകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പുതിയ ഐഡന്റിറ്റി കാർഡിന്റെ വിതരണവും നടന്നു. പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ വിടാതെ പിന്തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭ. വടക്കാഞ്ചേരി പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ വിടാതെ പിന്തുടർന്ന് നഗരസഭ. വിദ്യാസമ്പന്നരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറി കെ. മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത്. റോഡരികിൽ പ്ലാസ്റ്റിക് ചാക്കിലും കവറിലുമാക്കി മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ നഗരസഭാ അധികൃതർ ഉടനടി കണ്ടെത്തി പിഴയും ചുമത്തി. യുവ ഡോക്ടർ, കോളേജ് അധ്യാപിക, ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഹോട്ടൽ ജീവനക്കാരൻ, പ്രൈവറ്റ് കമ്പനി ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഉന്നതരായ വ്യക്തികളാണ് റോഡരികിൽ മാലിന്യം തള്ളിയത്. ഇവരിൽ നിന്നായി 50,000 രൂപയോളം പിഴയടയ്ക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. എറണാകുളം, മലപ്പുറം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും മാലിന്യം നിക്ഷേപിച്ചവരിൽ ഉൾപ്പെടും. വടക്കാഞ്ചേരി നഗരസഭാ പരിസരം, മിണാലൂർ, പാർലിക്കാട്, ആര്യമ്പാടം, മെഡിക്കൽ കോളേജ് പരിസരം എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കർശനമായ പരിശോധന നടത്തിവരികയാണ്. ജലാശയങ്ങളിലും പൊതു ഇടങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ നിരന്തരം ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി കെ. മനോജ് അറിയിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻ, പ്ലാസ്റ്റിക് കവറുകൾ, കടലാസുകൾ എന്നിവയുൾപ്പെടുന്ന മാലിന്യങ്ങളാണ് റോഡരികിൽ നിന്നും കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറുകൾ, കടലാസുകൾ എന്നിവ 60 രൂപ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ നഗരസഭാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് പ്രയോജനപ്പെടുത്താതെ റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ച് 5,000 രൂപ പിഴ കൈപ്പറ്റുന്ന രീതിയാണ് പലരും തുടരുന്നത്. ഇതൊഴിവാക്കി ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി കൈമാറണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി.എസ്. കിഷോർ, കെ.പി. ഗോകുൽ, നഗരസഭാ ജീവനക്കാരായ കെ.വി. വിനോദ്, കെ.പി. ദീപക്, എം.ബി. രാഹുൽ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് മാലിന്യം കണ്ടെത്തിയത്. പാലക്കാട് അധ്യാപകരോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. പാലക്കാട് തൃത്താലയിൽ അധ്യാപകരോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം ചേരുന്ന PTA മീറ്റിംഗിൽ തുടർ നടപടികൾ ആലോചിക്കും. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനാണ് വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയത്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കൊല്ലുമെന്ന ഭീഷണി നടത്തിയത്. സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത്. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട് ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേനെ വീഡിയോ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാല് കൊന്നിട്ട് പറഞ്ഞ കൊന്നിട്ടും. നിന്റെ ഫോൺ കണ്ടോ? ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിയമമുണ്ടായിട്ടും അത് ലംഘിച്ചതോടെയാണ് അധ്യാപകർ ഫോൺ പിടിച്ചുവെച്ചത്. ഫോൺ വാങ്ങിയപ്പോഴും വിദ്യാർത്ഥി പ്രശ്നമുണ്ടാക്കിയിരുന്നു. തുടർന്ന് പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് കുട്ടിയെ വിളിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അധ്യാപകനെ തീർക്കുമെന്നും കൊല്ലുമെന്നുള്ള തരത്തിൽ ഭീഷണി മുഴക്കി വിദ്യാർത്ഥി സംസാരിച്ചത്. സ്കൂളിന് പുറത്തേക്കിറങ്ങിയാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നയത്തെ വിമർശിച്ച് രമേശ് ചെന്നിത്തല. മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നയത്തെ നിശിതമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല നിയമസഭയിൽ സബ്മിഷനായാണ് വിഷയം അദ്ദേഹം ഉന്നയിച്ചത്. കർബോറാണ്ടം കമ്പനിയിൽ നിന്ന് പദ്ധതി ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ച ചെന്നിത്തല വ്യവസായ മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും 2 നിലപാടെന്നും കുറ്റപ്പെടുത്തി. വ്യത്യസ്ത നിലപാടുകളാണ് 2 വകുപ്പിനുമെന്ന് വൈദ്യുതി മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കരാർ നീട്ടുന്നതിനെ അനുകൂലിച്ചാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. കാർബോറാണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിൽ അവരുടെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന വൈദ്യുതി KSEBക്ക് നൽകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു.
മണിയാർ പദ്ധതി 30 വർഷം കഴിയുമ്പോൾ തിരിച്ചെത്തണമെന്നാണ് കരാർ വ്യവസ്ഥ. കമ്പനിക്ക് കരാർ നീട്ടി നൽകുന്നത് 12ഓളം BOT പദ്ധതികളെ ദോഷകരമായി ബാധിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാറിൽ വരെ ഈ തീരുമാനം സ്വാധീനം ചെലുത്തും. കരാർ നീട്ടൽ തെറ്റായ നയമാണ്. 300ഓളം കോടിയാണ് കാർബറണ്ടം കമ്പനിയുടെ ലാഭം. എന്തിനാണ് വഴിവിട്ട സഹായം നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചതാണ്. KSEBയും കാർബറണ്ടം കമ്പനിയും തമ്മിലുള്ള കരാർ അനുസരിച്ച് മണിയാർ പദ്ധതി തിരിച്ച് നൽകേണ്ടതാണെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കരാർ നീട്ടണമെന്നാണ് വ്യവസായ വകുപ്പ് നിലപാട്. പദ്ധതി ഏറ്റെടുക്കണമെന്ന നിലപാടാണ് KSEBക്ക്. KSEBക്ക് നഷ്ടം വരാത്തതും വ്യവസായ മേഖലയ്ക്ക് നഷ്ടമില്ലാത്തതുമായ നിലപാട് ചർച്ചയിലൂടെ കണ്ടെത്താനാണ് ശ്രമമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പിന്നാലെ എഴുന്നേറ്റ മുഖ്യമന്ത്രി കാർബറണ്ടം കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് പ്രശംസിച്ചു. കാർബറണ്ടത്തിന് ആവശ്യമായ വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കട്ടെയെന്നും മിച്ച വൈദ്യുതി ഉണ്ടെങ്കിൽ KSEBക്ക് നൽകട്ടെയെന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു. തർക്കത്തിന്റെ കാര്യം ഇല്ലെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാലമാണിതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കൂടിയാലോചനയിലൂടെ പരിഹരിക്കാമെന്നും മറുപടി നൽകി. ഡ്യൂട്ടിക്കിടെ സ്വകാര്യ ബസ് ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഡ്യൂട്ടിക്കിടെ സ്വകാര്യ ബസ് ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ ചേലക്കരയ്ക്ക് സമീപമാണ് സംഭവം. കോങ്ങാട് തൃശൂർ റൂട്ടിൽ ഓടുന്ന കരിപ്പാൽ ബസ്സിലെ കണ്ടക്ടർ വെങ്ങാനല്ലൂർ മങ്ങാട്ട് വീട്ടിൽ 60 വയസ്സുള്ള രാജഗോപാലനാണ് ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പഴയന്നൂർ വെള്ളാർകുളത്ത് ഭാഗത്ത് എത്തിയപ്പോഴാണ് കണ്ടക്ടർ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് രാജഗോപാലൻ മരിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കലാരാജു കൂറുമാറിയത് കോൺഗ്രസ് വാഗ്ദാനത്തിന് പുറത്തെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് CPIM. എറണാകുളം കൂത്താട്ടുകുളത്ത് തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ കലാരാജുവിനെതിരായ വീഡിയോ പുറത്തുവിട്ട് CPIM. കോൺഗ്രസ് നൽകിയ വാഗ്ദാനത്തിന്റെ പുറത്താണ് കലാരാജു കൂറുമാറ്റത്തിന് തയ്യാറായതെന്ന് ആരോപണം സാധൂകരിക്കുന്ന വീഡിയോയാണ് പുറത്തായത്. ദൃശ്യങ്ങൾ പകർത്തിയത് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കലാരാജു പ്രതികരിച്ചു. CPIM ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ സാമ്പത്തിക ബാധ്യതയെ ചൊല്ലിയാണ് കലാരാജു പാർട്ടിയുമായി അകലുന്നത്. സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തെന്ന് കലാരാജു തന്നെ സഹ കൗൺസിലർമാരോട് സമ്മതിക്കുന്ന വീഡിയോയാണ് CPIM പുറത്തുവിട്ടത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് കലാരാജു പ്രതികരിച്ചു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിരോധത്തിലായ പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. കൂത്താട്ടുകുളത്തെ എല്ലാ വീടുകളിലും കയറി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പ്രതി ചേർത്തു. പോലീസ് എടുത്ത വിവിധ കേസുകളിൽ കോൺഗ്രസ് CPIM നേതാക്കളുടെ അറസ്റ്റ് കലാരാജുവിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനെത്തിയ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ തടഞ്ഞ് പോലീസ്. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമെന്ന് തോമസ് ഐസക്. പിണറായി സ്തുതിഗീതം സഭയിൽ ആലപിച്ച് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ്. PPE കിറ്റുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന DIG റിപ്പോർട്ടിൽ പ്രതികരണവുമായി KK ശൈലജ. ഹെങ്കക്കാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം. സ്പീഡ്